ഇത് ഞാനൊന്ന് പരിചയപ്പെടുന്ന ഒരു കുട്ടി കർഷകയാണ് കേട്ടോ. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ എവിടെ നിന്ന് നമുക്ക് അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞ് വെട്ടത്തുനിന്ന്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം ഇപ്പോൾ അവള് വീണ്ടും കുറച്ച് തൈകളൊക്കെ എടുക്കാൻ വന്നതാണ്. 2 കൊല്ലം മുന്നേ കുറച്ച് തൈകളൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അത് കായ്ച്ചിട്ട് അവിടെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഞാനത് ഇടാൻ മറന്നുപോയതാണ്. ഇപ്പോൾ അവൾ വന്നപ്പോഴാണ് പറഞ്ഞ റസാക്ക ഞങ്ങളെ മിയാസാക്കി കായ്ച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മിയാസാക്കി? അടിപൊളിയായിരുന്നു. അപ്പോൾ മിയാസാക്കി കായ്ക്കൂല എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പയാമി. പുതിയ വീഡിയോ. മാഷേ, ഇത് നമ്മളൊരു മാഷാണ്, സ്കൂൾ മാഷാണ്. അപ്പം ഇത് കഴിഞ്ഞ കൊല്ലം കായ്ച്ചെന്ന് പറഞ്ഞല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു മാങ്ങ? അടിപൊളിയായിരുന്നു. ചെറിയൊരു തൈയാണ് എനിക്ക് കൊണ്ടുപോയത്. 1 വർഷം കൊണ്ട് തന്നെ അത് കായ്ച്ചു. മിയാസാക്കി കായ്ക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാങ്ങ തിന്നപ്പം അതിന്റെ അടിപൊളിയല്ല, സൂപ്പറാണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ വീട് ഇങ്ങനെ ആക്കാൻ തോന്നിയത്. കാരണം ഫുള്ള് ഫ്രൂട്ട് മരങ്ങളും ചെടികളും പക്ഷികളും ഇവിടെ കണ്ട ഫുള്ള് പക്ഷികളൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവളന്ന് നമ്മളെ വീട്ടിൽ വന്നിട്ട് എടുത്തൊരു വീഡിയോ അവളെ സ്വന്തം ചാനലിൽ അപ്ലോഡ് ചെയ്താണ്. അപ്പോൾ എനിക്കൊരു വീഡിയോ മുന്നേ അയച്ചു തന്നിരുന്നു. മിയാസാക്കി പൂവിട്ട്, അപ്പോൾ അതൊന്ന് കാണിക്കാം. അപ്പം എനിക്ക് സന്തോഷമായിട്ടുള്ള കാരണം നിങ്ങളിടുന്ന ഇവിടുന്ന ഒരു തയ്യ്, അതായത് മിയാസാക്കിൻ്റെ ഒരു തയ്യ് നമ്മളുടെ കായ്ച്ചിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുണ്ട്. ഞാൻ ഇതുവരെ മിയാസാക്കി കഴിച്ചിട്ടില്ല. അപ്പം ഇത്രയും നല്ല മാവ് കൊടുന്ന് തന്ന റസോക്കാക്ക് വളരെ അധികം നന്ദി. ഇവിടെ നാസിപ്രഫണ്ടും ഗോൾഡ് മാംഗോ ഒക്കെ കായ്ച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരി ഞങ്ങൾക്ക് സന്തോഷമായത് ഈ മിയാസാക്കി മാംഗോ കായ്ച്ചപ്പോഴാണ്. 2 കൊമ്പുമ്പോൾ നിറയെ കായ്ച്ചിട്ടുണ്ട്. എന്തായാലും കുഞ്ഞു മാവാണ്, എന്തായാലും കായ്ച്ചാൽ വളരെയധികം സന്തോഷം. താങ്ക് യു റസോക്ക, ബൈ.